മുകേഷിനെതിരെ ചുമത്തിയിരിക്കുന്നത് 4 വകുപ്പുകളാണ്. 3 വർഷം മുതൽ ജീവപര്യന്തം തടവ് വരെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളായിരുന്നു. പക്ഷേ മുകേഷിന് ആശ്വാസമായിരിക്കുന്നു. ജില്ലാ സെഷൻസ് കോടതി മുകേഷിന്റെ അറസ്റ്റ് അടുത്ത മാസം 3 വരെ തടഞ്ഞിരിക്കുന്നു. അടുത്ത 5 ദിവസത്തേക്ക് മുകേഷിന്റെ അറസ്റ്റ് കോടതി തടഞ്ഞിരിക്കുകയാണ്. പ്രാഥമികമായ ഒരു വിവരശേഖരണം നടത്തിയ ശേഷം അറസ്റ്റിലേക്ക് കടക്കുക എന്നതായിരുന്നു സ്വാഭാവികമായും ഈ കേസിൽ, പ്രത്യേകിച്ച് ബലാത്സംഗ കുറ്റം ചുമത്തപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ മുകേഷിനെതിരെ ഇനി ഉണ്ടാകാൻ സാധ്യതയുള്ള, പോലീസിന്റെ ഭാഗത്തുണ്ടാകാൻ സാധ്യതയുള്ള ഒരു തുടർ നടപടി. പക്ഷേ മുകേഷിന് താൽക്കാലികമായ ഒരു ആശ്വാസം കോടതിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ അറസ്റ്റ് അടുത്ത മാസം 3 വരെ ജില്ലാ സെഷൻസ് കോടതി തടഞ്ഞിരിക്കുന്നു. അടുത്ത 5 ദിവസത്തേക്ക് മുകേഷിന്റെ അറസ്റ്റ് പാടില്ല. എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയാണ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. മുകേഷിന് എതിരായിട്ടുള്ള ബലാത്സംഗ കുറ്റം അടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധനകൾ നടക്കുകയാണ്. പ്രാഥമികമായ വിവരശേഖരണത്തിനെ തുടർന്ന് ഉടൻ തന്നെ മുകേഷിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന ഘട്ടത്തിലാണ് മുകേഷ് കോടതിയെ സമീപിച്ചത്. എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയിൽ നിന്ന് മുകേഷിന് താൽക്കാലികമായ ആശ്വാസം ഉണ്ടായിരിക്കുന്നു. അടുത്ത 5 ദിവസത്തേക്ക് മുകേഷിന്റെ അറസ്റ്റ് ജില്ലാ സെഷൻസ് കോടതി തടഞ്ഞിരിക്കുന്നു. അടുത്ത മാസം 3 വരെ നടനും MLA-യുമായ മുകേഷിന്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടാണ് ജില്ലാ സെഷൻസ് കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ബലാത്സംഗം, സ്ത്രീത്വത്തെ അപമാനിക്കൽ, അതിക്രമിച്ചു കടക്കൽ, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന അംഗവിക്ഷേപം എന്ന് തുടങ്ങി 4 വകുപ്പുകളിൽ 3 വർഷം മുതൽ ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കാവുന്ന ശിക്ഷയായിരുന്നു ഈ കുറ്റം തെളിഞ്ഞാൽ മുകേഷിന് കിട്ടുക. ഇപ്പോൾ മുകേഷിന് താൽക്കാലികമായ ആശ്വാസം ഉണ്ടായിരിക്കുന്നു. വിശദാംശങ്ങൾ ശ്രീകാന്ത് ഞങ്ങളുടെ പ്രതിനിധി നൽകും. ശ്രീകാന്ത്, വിവരങ്ങൾ പറയൂ. ഗോപികൃഷ്ണൻ, ഇപ്പോൾ ഏറെ ആശ്വാസം നൽകുന്ന വിധി മുകേഷ് കിട്ടിയിരിക്കുന്നു. അതായത് ജില്ലാ സെഷൻസ് കോടതി, എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയിൽ നിന്നും ഒരു സുപ്രധാനമായ ഉത്തരവ് മുകേഷിന് കിട്ടിയിരിക്കുന്നു. മുകേഷിന്റെ അറസ്റ്റ് തൽക്കാലം തടഞ്ഞിരിക്കുന്നു. 5 ദിവസത്തേക്കാണ് മുകേഷിന്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് ഇപ്പോൾ വന്നിട്ടുള്ളത്. സെപ്റ്റംബർ 3 വരെ മുകേഷിനെ അറസ്റ്റ് ചെയ്യരുത് എന്നുള്ളതാണ് ജില്ലാ സെഷൻസ് കോടതി എറണാകുളം ഇപ്പോൾ ഉത്തരവിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. മുകേഷ് സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഉത്തരവ് വന്നിട്ടുള്ളത്. നേരത്തെ മുകേഷ് ഹൈക്കോടതിയെ സമീപിക്കും എന്ന് രാവിലെ വാർത്ത വന്നിരുന്നു. പിന്നീട് മുൻകൂർ ജാമ്യാപേക്ഷ ഉടൻ ഉണ്ടാകില്ല എന്നുള്ളതാണ് മുകേഷുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ, അഭിഭാഷകരടക്കം പറഞ്ഞിരുന്നത്. പക്ഷേ അത് ഹൈക്കോടതിയിലേക്ക് ഈ ജാമ്യാപേക്ഷ, മുൻകൂർ ജാമ്യാപേക്ഷയുമായി പോകാതെ അതീവ രഹസ്യമായി ജില്ലാ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുകയാണ് ഉണ്ടായത്. അതിലാണ് ഇപ്പോൾ വിധി വന്നിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയാണ് ഈ വിഷയത്തിൽ സംഭവിച്ചിട്ടുള്ളത്. പ്രത്യേക അന്വേഷണ സംഘം നടൻ MLA കൂടിയായ മുകേഷിനെതിരെ ബലാത്സംഗമടക്കമുള്ള കേസുകൾ ചുമത്തി ഈ കുറ്റം, ഈ കേസ് FIR രജിസ്റ്റർ ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മുകേഷിന്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് വന്നത്. വിശദമായ വാദം ഇതിൽ കേൾക്കും. അത് സെപ്റ്റംബർ 3-നാണ് ഇനി ഈ കേസ് പരിഗണനയ്ക്ക് വരുന്നത്. അതുവരെയും മുകേഷിന്റെ അറസ്റ്റ് ഉണ്ടാകില്ല. മുകേഷിനെ സംബന്ധിച്ചിടത്തോളം, CPIM-നെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ വിധിയാണ് വന്നിട്ടുള്ളത്. നേരത്തെ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കുന്നില്ല, ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ ഉണ്ടാകില്ല എന്ന പ്രതീതി ഉയർത്തിയിരുന്നു മുകേഷിന്റെ അഭിഭാഷകർ. അതിനുശേഷമാണ് അതീവ രഹസ്യമായി ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് ഈ മുൻകൂർ ജാമ്യ ഹർജി സമർപ്പിച്ചത്. അവിടെ നിന്നും അനുകൂല വിധി സമ്പാദിക്കാൻ മുകേഷിന് സാധിക്കുകയും ചെയ്തിരിക്കുന്നു. 5 ദിവസത്തേക്ക് അറസ്റ്റ് തടഞ്ഞു. സെപ്റ്റംബർ 3-ന് കേസ് വീണ്ടും പരിഗണനയ്ക്ക് വരും. ശ്രീകാന്ത്, ഈ വിഷയത്തിൽ മുകേഷിന്റെ ഒരു നിലപാട്, ഇതൊരു ബ്ലാക്ക് മെയിൽ തന്ത്രമായിരുന്നു, ബ്ലാക്ക് മെയിലിന് വഴങ്ങാൻ താൻ ഒരുക്കമല്ല, പണം ആവശ്യപ്പെട്ട് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ട്, അതിന് തെളിവുണ്ട് എന്നുള്ളതായിരുന്നു. ഈ കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടോ? കോടതിയിൽ ഈ കാര്യങ്ങളൊക്കെ മുകേഷിന്റെ അഭിഭാഷകൻ കോടതിയെ ധരിപ്പിച്ചിട്ടുണ്ടോ? തീർച്ചയായും ഈ വിഷയത്തിൽ നേരത്തെ മുകേഷ് എടുത്ത അതേ സ്റ്റാൻഡ് എന്താണോ അത് തന്നെയാണ് അഭിഭാഷകൻ ഹൈക്കോടതി മുൻപാകെ അറിയിച്ചത്. ഇത് പണം ആവശ്യപ്പെട്ട് നടന്ന ബ്ലാക്ക് മെയിലിംഗ് ആണ്. അതിന്റെ തെളിവുകൾ കൈവശമുണ്ട്, ഫോൺ റെക്കോർഡുകൾ കൈവശമുണ്ട്, കൃത്യമായ തെളിവുകൾ തങ്ങൾക്ക് കൈവശം ഉണ്ട് എന്ന് മുകേഷിന്റെ അഭിഭാഷകൻ ഇന്ന് കോടതി അറിയിച്ചിരുന്നു. ഇതിലടക്കം വാദം കേൾക്കണം എന്ന ആവശ്യവും അദ്ദേഹം മുന്നോട്ട് വെച്ചു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് നിലവിലിപ്പോൾ മുകേഷിന് അനുകൂലമായ ഒരു വിധി കീഴ്ക്കോടതിയിൽ നിന്നും, ജില്ലാ സെഷൻസ് കോടതിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്.
രാവിലെ തന്നെ മുകേഷിന്റെ മുൻകൂർ ജാമ്യ ഹർജി എത്തും എന്ന് പ്രതീക്ഷിച്ചതാണ് ഹൈക്കോടതിയിൽ. പക്ഷേ പിന്നീട് മുൻകൂർ ജാമ്യ ഹർജി ഇന്ന് മൂവ് ചെയ്യുന്നില്ല എന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകർ അടക്കമുള്ളവർ പറഞ്ഞു. ഹൈക്കോടതിയിൽ അങ്ങനെ ഒരു മുൻകൂർ ജാമ്യ ഹർജി വരികയും ഉണ്ടായില്ല. ഇതിനിടെയാണ് അതീവ രഹസ്യമായി മുകേഷിന്റെ അഭിഭാഷകർ ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് നീങ്ങിയത്. അവിടെ ഈ മുൻകൂർ ജാമ്യ ഹർജി സമർപ്പിച്ചത്, അവിടെ ഇതൊരു ബ്ലാക്ക് മെയിലിംഗ് കേസാണ് എന്ന് വാദിച്ചത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 5 ദിവസത്തേക്ക് അദ്ദേഹത്തിന്റെ അറസ്റ്റ് കോടതി തടഞ്ഞിരിക്കുന്നു. നോട്ട് ടു അറസ്റ്റ് നൽകിയിരിക്കുന്നു. 3-ാം തീയതി വരെ മുകേഷിനെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അന്ന് വിശദമായ വാദം ഈ കേസിൽ കേൾക്കും. വാദം കേട്ട ശേഷമായിരിക്കും മുകേഷിനെ അറസ്റ്റ് ചെയ്യണമോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുക. സാങ്കേതികമായി നോക്കിയാൽ ഇനി ഈ കേസിൽ മുകേഷിന്റെ അറസ്റ്റ് സാധ്യമല്ല. അതായത് മുകേഷിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് വിടുക എന്നുള്ള കാര്യം സാധ്യമല്ല. അദ്ദേഹത്തിന്റെ ഈ കേസിൽ അദ്ദേഹത്തെ പ്രതി ചേർക്കാനുള്ള കാര്യങ്ങൾ, കൃത്യമായ തെളിവുകൾ ഉണ്ടെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാം. അത് ജയിലിലേക്ക് വിടാൻ തക്ക രീതിയിൽ അറസ്റ്റ് രേഖപ്പെടുത്തി ജയിലിലേക്ക് അയക്കാനോ റിമാൻഡ് ചെയ്യാനോ സാധിക്കില്ല. സാങ്കേതികമായി നോക്കിയാൽ ആ വഴിയെല്ലാം അടഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി അന്വേഷണത്തോട് സഹകരിക്കാൻ ആവശ്യപ്പെടാം. അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകാൻ ആവശ്യപ്പെടാം. ആൾജാമ്യത്തിലും വിവിധ ബോണ്ടിന്മേലും വിട്ടയക്കുകയും ചെയ്യാം. അതിനപ്പുറത്തേക്ക് ജയിലിലേക്ക് പോവുക, റിമാൻഡിൽ കഴിയുക തുടങ്ങിയ കാര്യങ്ങൾ ഇനി മുകേഷിന്റെ കാര്യത്തിൽ നിലനിൽക്കില്ല. കാരണം അദ്ദേഹത്തിന് കോടതിയിൽ നിന്നും 5 ദിവസത്തേക്ക് അറസ്റ്റ് ചെയ്യരുത് എന്ന ഉത്തരവ് കിട്ടിയിട്ടുണ്ട്. അത് വലിയ ഇമ്മ്യൂണിറ്റിയാണ്. അദ്ദേഹം ഒരുപക്ഷെ ഹൈക്കോടതിയിൽ പോയാൽ പോലും അത്തരമൊരു ഇമ്മ്യൂണിറ്റി കിട്ടുമോ എന്നുള്ള കാര്യവും സംശയമായിരുന്നു. ശരി ശ്രീകാന്ത്, എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയാണ് മുൻകൂർ ജാമ്യാപേക്ഷ ഇനി സെപ്റ്റംബർ 3-നാണ് വാദം. മുകേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയാണ് മുകേഷിന് താൽക്കാലിക ആശ്വാസം നൽകിയിരിക്കുന്നത്. അടുത്ത മാസം 3 വരെ മുകേഷിന്റെ അറസ്റ്റ് കോടതി തടഞ്ഞിരിക്കുന്നു.